ന്യൂസിലേക്ക് സ്വാഗതം. ബി.ജെ.പി സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ എതിരാളിയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി. ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ ജനപ്രീതി ആർജിച്ച ഒരു നേതാവ് എന്ന നിലയിൽ യഥാർത്ഥത്തിൽ ബി.ജെ.പി രാഹുലിനെ ഭയക്കുക തന്നെയാണ് ചെയ്യുന്നത്. അതിനുള്ള തെളിവുകൾ തന്നെയാണ് രാഹുലിനെതിരെ ഒന്നിനു പുറകെ ഒന്നായി നൽകിക്കൊണ്ടിരിക്കുന്ന കേസുകൾ. പക്ഷേ ഒരു കേസിലും കുറ്റക്കാരനല്ല എന്ന് തെളിയിക്കാൻ രാഹുലിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ നൽകിയ മാനനഷ്ട കേസിലെ ക്രിമിനൽ നടപടികൾ സ്റ്റേ ചെയ്തിരിക്കുകയാണ് സുപ്രീം കോടതി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും ബി.ജെ.പിക്കുമെതിരെ നടത്തിയ പ്രസ്താവനകളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത മാനനഷ്ട കേസിലാണ് സുപ്രീം കോടതിയുടെ നടപടി. ജസ്റ്റിസുമാരായ വിക്രം നാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങുന്ന ബെഞ്ചിന്റേതാണ് ഉത്തരവ്. ബി.ജെ.പി പ്രവർത്തകൻ നവീൻ ഝാ തനിക്കെതിരെ നൽകിയ മാനനഷ്ട കേസ് റദ്ദാക്കണമെന്ന രാഹുൽ ഗാന്ധിയുടെ ആവശ്യം ജാർഖണ്ഡ് ഹൈക്കോടതി തള്ളിയിരുന്നു. ഹൈക്കോടതിയുടെ ഉത്തരവ് ചോദ്യം ചെയ്ത് രാഹുൽ ഗാന്ധി നൽകിയ സ്പെഷ്യൽ ലീവ് പെറ്റീഷനിലാണ് കോടതിയുടെ ഉത്തരവ്. മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്വിയാണ് രാഹുലിന് വേണ്ടി ഹാജരായത്. ആക്രമിക്കപ്പെട്ട വ്യക്തിക്ക് മാത്രമേ ക്രിമിനൽ മാനനഷ്ട പരാതി നൽകാനാകൂ എന്നും പ്രോക്സി പാർട്ടിക്ക് പരാതി നൽകാനാകില്ലെന്നും തെളിയിക്കുന്ന നിരവധി വിധിന്യായങ്ങളുണ്ടെന്ന് അഭിഷേക് മനു സിംഗ്വി ചൂണ്ടിക്കാട്ടി. ഈ വാദത്തിൽ മറുപടി സമർപ്പിക്കാൻ സുപ്രീം കോടതി ഹർജിക്കാരന് സമയം അനുവദിച്ചിട്ടുണ്ട്. ജാർഖണ്ഡ് സർക്കാരിനോടും കോടതി വിശദീകരണം തേടിയിട്ടുണ്ട്. കേസ് 6 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കും. ഒരു പൊതുപരിപാടിക്കിടെ 2018 മാർച്ച് 18-ന് അന്നത്തെ ബി.ജെ.പി അധ്യക്ഷൻ അമിത്ഷായെ കൊലപാതക എന്ന് പരാമർശിച്ച് നടത്തിയ പ്രസംഗത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു കേസ് നൽകിയിരുന്നത്. ഒരു കൊലപാതകയ്ക്ക് ബി.ജെ.പിയിൽ പാർട്ടി അധ്യക്ഷനാകാമെന്നും എന്നാൽ കോൺഗ്രസിൽ അത് സാധ്യമല്ലെന്നുമായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നത്. അമിത്ഷായ്ക്കെതിരെ രാഹുൽ ഗാന്ധി ആക്ഷേപകരമായ പരാമർശം നടത്തിയെന്നാരോപിച്ചാണ് നവീൻ ഝാ മാനനഷ്ട കേസ് ഫയൽ ചെയ്തത്. ബി.ജെ.പിയുടെ പ്രതിച്ഛായയെ വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള അധിക്ഷേപകരമായ പരാമർശങ്ങളും രാഹുൽ നടത്തിയെന്ന് നവീൻ ആരോപിച്ചിരുന്നു. നവീൻ ഝായുടെ ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചത്. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെയാണ് ബി.ജെ.പി പ്രവർത്തകർ തങ്ങളുടെ നേതാക്കളായി സ്വീകരിച്ചതെന്ന പരാമർശം വ്യക്തമാകുന്നതായി ഹൈക്കോടതി പറഞ്ഞിരുന്നു. ഇതുകൊണ്ടൊന്നും രാഹുലിനെ പൂട്ടാൻ പറ്റില്ല എന്ന് ഇതുവരെയായി ബി.ജെ.പിക്ക് മനസ്സിലായിട്ടില്ല. ഒന്നിനു പുറകിൽ ഒന്നായി ഓരോ കേസുകൾ ഉണ്ടാക്കിക്കൊണ്ട് രാഹുലിനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്നും ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ ബി.ജെ.പി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രാഹുലിന്റെ ഓരോ പ്രസംഗത്തിലെയും ഓരോ വാക്കുകളെയും വളച്ചൊടിച്ചുകൊണ്ട് വിവാദങ്ങൾ സൃഷ്ടിക്കുകയാണ് യഥാർത്ഥത്തിൽ ബി.ജെ.പി. ഓരോ കേസിൽ നിന്നും രാഹുൽ നിരപരാധിയായി തിരിച്ചു വരുമ്പോൾ അടുത്ത കേസുമായി ബി.ജെ.പി രംഗത്തിറങ്ങും. അങ്ങനെ അടുത്ത കേസുമായി വീണ്ടും എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ബി.ജെ.പി. ജനുവരി 15-ന് ഡൽഹിയിലെ പുതിയ കോൺഗ്രസ് ഓഫീസ് ഉദ്ഘാടന വേളയിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിവാദ പരാമർശം ഉണ്ടായത്. ബി.ജെ.പിയും RSSും രാജ്യത്തെ ഓരോ സ്ഥാപനത്തെയും പിടിച്ചെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ താൻ ബി.ജെ.പിക്കും RSSനും ഇന്ത്യൻ ഭരണകൂടത്തിനും എതിരെയായാണ് പോരാടുന്നതെന്നുമായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നത്. രാഹുലിന്റെ ഈ പരാമർശം പൊതുസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നാണ് ചേതിയുടെ പരാതിയിൽ ആരോപിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഭരണകൂടത്തിനെതിരെ പോരാടുകയാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ കലാപത്തിനും അട്ടിമറിക്കും രാഹുൽ പ്രേരിപ്പിക്കുകയാണെന്നും ചേതിയ പരാതിയിൽ പറഞ്ഞു. അതേസമയം രാഹുലിനെതിരെ കേസെടുത്ത നടപടിക്കെതിരെ കോൺഗ്രസും രംഗത്തിറങ്ങിയിരിക്കുകയാണ്. പ്രസംഗത്തിൽ നിന്നും അടർത്തിയെടുത്ത കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ് പരാതിയെന്നും ഭരണഘടനാ സ്ഥാപനങ്ങൾ സ്വതന്ത്രമല്ലെന്നും നീതിപൂർവമായി പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ലെന്നും അദ്ദേഹം എങ്ങനെയാണ് ചൂണ്ടിക്കാട്ടിയതെന്ന് പരാതിക്കാരൻ വിശദമായി മനസ്സിലാക്കണമെന്നും കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടി. അതിനിടെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വൈറ്റ് ടീഷർട്ട് പോരാട്ടത്തിന് കോൺഗ്രസ് തുടക്കം കുറിക്കുകയാണ്. രാജ്യത്തെ യുവാക്കളും തൊഴിലാളികളും വെള്ള ടീഷർട്ട് ധരിച്ച് അസമത്വത്തിന് എതിരായ മുന്നേറ്റത്തിൽ പങ്കുചേരണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിക്കുകയായിരുന്നു. മോദി പാവങ്ങൾക്ക് നേർക്ക് പുറംതിരിഞ്ഞു നിൽക്കുകയാണെന്നും കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രമാണ് അദ്ദേഹം നിലകൊള്ളുന്നതെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. ഇനിയെങ്കിലും രാഹുലിനെ കേസിൽ ഉൾപ്പെടുത്തി മൂലക്കിരുത്താമെന്ന തന്ത്രം ബി.ജെ.പി ഒഴിവാക്കേണ്ട സമയം കഴിഞ്ഞുവെന്നാണ് ഇതൊക്കെ തെളിയിക്കുന്നത്.